ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, സഹോദരങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്, കൃഷ്ണപ്രിയയ്ക്ക് ജോലിയായിട്ടുണ്ട്. ഇവരൊക്കെ നോക്കൂ, അറിയുന്ന ആൾക്കാരൊക്കെ ചോദിക്കുക, ഇവൻ 75,000 രൂപ കിട്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇത്രയും ദാരിദ്ര്യത്തിൽ പിന്നെ എങ്ങനെ കടന്നു? നോക്കൂ, ആ തരത്തിൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവരോടൊക്കെ ചോദിക്കുന്നത്. എന്നോടായാലും അഞ്ജുവിനോടായാലും അഭിജിത്തിനോടും ഇവരൊക്കെ നോക്കൂ എത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നു. മറ്റൊരാളുടെ മുന്നിൽ നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതായത് അർജുൻ്റെ പൈസയെല്ലാം ഞങ്ങൾ എടുത്തു ഉപയോഗിച്ചു, അവനെ ദാരിദ്ര്യത്തിലാക്കി എന്ന ഒരു പിന്നെ പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ വിവാദങ്ങളൊന്നും സൃഷ്ടിക്കരുത്, അഭ്യർത്ഥിക്കുകയാണ്. സഹായിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ കുത്തി നോവിക്കാൻ പാടില്ല. അതുതന്നെയാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിന്മേൽ ഇനി ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സാലറിയുടെ കേസിലാണെങ്കിലും പിന്നെ ഈ ദാരിദ്ര്യം, അയാൾ ഞങ്ങളുടെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ഒരുപാട് ചൂഷണം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ വിളിച്ച് പറയുന്നു, അർജുൻ്റെ പേരിൽ എനിക്ക് കുറേ പൈസ കിട്ടിയിട്ടുണ്ട്, അത് ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ. അങ്ങനത്തെ ഒരാവശ്യം നിലവിലില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അർജുന് വൈഫിനാണെങ്കിലും മോനാണെങ്കിലും ജീവിക്കാനുള്ള സാഹചര്യം നിലവിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഞങ്ങളും. ആ രീതിയിലുള്ള ഒരു ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതുപോലെ മറ്റൊരാൾ ഈ പൈസയൊക്കെ കിട്ടേണ്ട അർഹതപ്പെട്ടവർക്കുണ്ടാവും, അവർക്ക് കിട്ടട്ടെ എന്നാണ് ഞാൻ എല്ലാവരോടും ചോദിച്ചു വരുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്. കാരണം അവരെല്ലാം ഈ തെറ്റായ വാർത്ത കേട്ടിട്ടാണ്, അവർക്കൊന്നും അറിയില്ല എന്താണ് ഇതിലൂടെ നടന്നതെന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ഇവരെ പറ്റിച്ചുകൊണ്ടാണ് അവരെ കബളിപ്പിച്ചിട്ടാണ് അവരിവിടെ എത്തുന്നത്. എന്നിട്ട് പാവം അവരൊരുപാട് ഇങ്ങനെ കാര്യങ്ങൾ ഇതെല്ലാം പറയുന്നു. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലില്ല. പിന്നെ ചില ആൾക്കാർ നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ട് തരുന്ന ചില ആൾക്കാരുണ്ട്. അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം ഒന്ന് ആലോചിക്കണം. അതായത് ഈ വ്യക്തിയും കുറച്ച് തങ്കവും ഇവിടെ എത്തിയിരുന്നു. എന്നിട്ട് അപ്പം നമ്മൾ അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളത് പിന്നെ ഏത് രീതിയിൽ അത് തിരസ്കരിക്കും. അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട്, എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റ് മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക, ഇന്ന വ്യക്തികൾ ഇത് പൈസ കൊടുത്തു. എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലോറിയോടുമല്ല തന്നത്, അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന കുറച്ച് ആൾക്കാരായിരുന്നു. 2,000 രൂപയാണ് തന്നത്. ഇതെല്ലാം ഓപ്പണായിട്ട് പറയാൻ കാരണം ഇതിൽ കളങ്കമില്ല, ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്.